ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഒബീസ് വേൾഡ്. അപ്പോൾ സിദ്ധാർത്ഥ് ആനന്ദ്, ഹൃത്തിക് റോഷൻ ആഫ്റ്റർ വാർ ഇപ്പോൾ ഫൈറ്റർ കണ്ടപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നിയത് വാലിബൻ നിന്നൊരു ക്ഷീണം മാറി. ഒരു നല്ല സിനിമ കണ്ടു, നല്ലൊരു ആക്ഷൻ പടം, ദേശസ്നേഹം നമ്മളിൽ തൊട്ടുണർത്തുന്ന ഒരു സിനിമ, നല്ലൊരു കൊമേഴ്ഷ്യൽ ആക്ഷൻ, പക്ക എന്റർടൈനർ, സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. തീവ്രവാദികൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യുന്നു, അതിനുശേഷം എന്ത് നടക്കുന്നു. ഇത് പക്ഷെ ഇപ്രാവശ്യം ഇന്ത്യൻ ആർമി ഒന്നുമല്ല, ഇന്ത്യൻ എയർഫോഴ്സ് ആണ് അതിൽ മൊത്തത്തിൽ കാണിക്കുന്നത്. പടത്തിലെ പോസിറ്റീവ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, അപ്പോൾ ആദ്യം പറയുകയാണെങ്കിൽ ഹൃത്തിക് റോഷൻ പുള്ളിക്കാരൻ ഈ 49 വയസ്സിൽ എൻ്റെ അമ്മോ എന്താ ലുക്ക് അറിയോ. നമ്മൾ വരെ എങ്ങനെ, ആണുങ്ങൾ വരെ എങ്ങനെ ആ ഒരു അഴക് കണ്ടിട്ട് വായി പൊളിച്ച് നോക്കാന്ന് പറയില്ല, അങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. പൊളിയാണ്. പിന്നെ ഇതിൽ അനിൽ കപൂർ സെറ്റപ്പ് റോളാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ റോളും സൂപ്പറാണ്. ദീപിക പദുക്കോൺ ആയിക്കോട്ടെ, അഭിനയിച്ചവരെല്ലാം സൂപ്പറാണ്. ഇതിന്റെ മേക്കിംഗ് എക്സ്ട്രോർഡിനറി മേക്കിംഗ് ആണ്. ഈ സ്റ്റോറി ഒരു ആവറേജ് സ്റ്റോറി ആണെങ്കിലും കൂടെ ഇതിന്റെ മേക്കിംഗ് കാരണം പടം ഒരു ലെവലിൽ ഇല്ലെങ്കിൽ 2 ലെവൽ ഹൈയിലാണ് നിൽക്കുന്നത്. കാരണം സൂപ്പർ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ VFX ഒക്കെ ടോപ്പ് ക്വാളിറ്റി VFX. പിന്നെ ഇതിൽ ഫൈറ്റർ ജെറ്റ്സിന്റെ ഫൈറ്റ്സ് ഒക്കെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് സൂപ്പറാണ്. എല്ലാ ഫൈറ്റ് കൊറിയോഗ്രാഫി ഒക്കെ പൊളിയാണ്. എനിക്കിതിൽ സ്ക്രീൻ പ്ലേ മെയിൻ പോസിറ്റീവ് പടത്തിന്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. കാരണം ഒട്ടും ലാഗ് ഇല്ലാത്തൊരു സ്ക്രീൻ പ്ലേ ആണ്. നമുക്ക് സിനിമ കണ്ട അയ്യത് എന്താ സിനിമ ലാഗ് അടിക്കുന്നൊരു അങ്ങനെ ഒരു ഏതൊരു പോയിന്റിലും അങ്ങനെ ഒരു എന്താ പറയുക ഒരു തോന്നലൊന്നും നമുക്ക് വരില്ല. നല്ല സൂപ്പറായിട്ട് മൂവ് ചെയ്യുന്ന സ്ക്രീൻ പ്ലേ ആണ്. ഇതിൽ ഇനി നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ, എനിക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നത് ഇതിന്റെ സെക്കൻഡ് ഹാഫിൽ എന്താ പറയുക ക്ലൈമാക്സ് വേണമെങ്കിൽ പറയാം. കാരണം കുറച്ച് ക്ലീശ ആയിട്ടുള്ള ക്ലൈമാക്സ് ആണ്. അത് മാത്രമേ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. ബാക്കി എല്ലാം പടം നിങ്ങൾക്ക് പക്ക പൈസ വസൂൽ എന്റർടൈനർ ആണ്. നിങ്ങൾക്ക് തീർച്ചയായും തിയേറ്ററിൽ പോയി കണ്ടിരുന്ന രോമാഞ്ചിഫിക്കേഷൻ വരുത്തുന്ന പോലത്തെ ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത തിയേറ്ററിൽ കാണാം. കാരണം 3D ഒക്കെ നൈസാണ്. പറഞ്ഞാലോ VFX സൂപ്പറായി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യൻ സിനിമയിൽ ഈയിടയ്ക്ക് വന്നതിൽ നല്ലൊരു VFX ആണ്. കാരണം ഈ എന്താ പറയാ ഫൈറ്റർ ജെറ്റ്സിന്റെ കുറെ സീക്വൻസസ് ഉണ്ട്. ഈ ആക്ഷൻ സീക്വൻസസ് ഫൈറ്റർ ജെറ്റ്സ് വെച്ചിട്ടാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു അതിനൊരു റിയാലിറ്റി നമുക്ക് തോന്നിയിരിക്കണം. നമ്മളിപ്പോ ബീസ്റ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ട് നമ്മളെ വിജയണ്ണനെ ഒരുപാട് ഊക്കി വിട്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ഒന്നും നിങ്ങൾക്ക് ഈ സിനിമ തരില്ല. കാരണം ഇതിൽ ആ ഒരു ഫൈറ്റ് സീക്വൻസസിന്റെ മേക്കിംഗ് ഒക്കെ പക്കയാണ്. കാരണം നമ്മൾ മറ്റേ ടോപ്പ് ഗൺ മാവറിക് ഒക്കെ കണ്ടതുപോലെ അതിന്റെ ഒരു മിനി വേർഷൻ നമ്മൾ ഇന്ത്യയിൽ കണ്ട എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ട് ഈ സിനിമ. അപ്പോൾ തിയേറ്റർ വാച്ചാണ്, എല്ലാവരും പോയി കാണാൻ എൻജോയ് ചെയ്യുക. വാലിബൻ കണ്ട് ക്ഷീണം ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ സിനിമ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും. നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നല്ലൊരു ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ ഇനിയും കൂടുതൽ ഹിന്ദിയിൽ വരട്ടെ. കുറേ കാലത്തിന് ശേഷം നല്ലൊരു ഹിന്ദി പടം കണ്ടു. അപ്പോൾ അത്രയുള്ള കേസ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ബീസ് വേൾഡ്. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.